പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന IPL-ലും മികച്ച സ്ട്രൈക്ക് റേറ്റുമായി തന്റെ ഫോം തുടരുകയാണ് ശ്രേയസ്. മാത്രമല്ല, ഗൗതം ഗംഭീർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററായിരിക്കുമ്പോഴാണ് ശ്രേയസ് കിരീടം സമ്മാനിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനായ ഗംഭീറിന് ശ്രേയസിന് നീലക്കുപ്പായത്തിലെ ക്യാപ്റ്റൻസി നൽകുന്നതിലും എതിർപ്പില്ല. IPL-ന് ശേഷം നടക്കുന്ന അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനത്തിന് ശേഷമോ അല്ലെങ്കിൽ ആ പരമ്പരയിൽ തന്നെയോ നിർണായക മാറ്റങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. അതേസമയം മറ്റൊരു വലിയ പദ്ധതിയും BCCI നടപ്പാക്കുന്നുണ്ട്. 2020-ൽ ഒരു 2 ടീം സ്ട്രക്ചർ BCCI ഒരുക്കുകയാണ്. IPL-ലെ പ്രകടനം അടിസ്ഥാനമാക്കി 30 മുതൽ 35 വരെ താരങ്ങളടങ്ങിയ 2020 പൂൾ ഉണ്ടാക്കി ഇതിൽ നിന്ന് 2 ടീമുകളെ സജ്ജമാക്കും. അന്താരാഷ്ട്ര കലണ്ടറിലെ തിരക്കാണ് ഇതിന് പ്രധാന കാരണം. ഏഷ്യൻ ഗെയിംസും ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയും ഒരേ സമയത്താണ് വരുന്നത്. ഇതിൽ രണ്ടിലും ടീമിനെ അയക്കാനാണ് 2 ടീം സ്ട്രക്ചർ പരീക്ഷണം. വിജയിച്ചാൽ ലോങ് ടൈമിൽ ഇത് പരിഗണിക്കും. കൂടുതൽ താരങ്ങൾക്ക് അവസരവും ലഭിക്കും. അഫ്ഗാനിസ്ഥാനെതിരെയാണ് IPL കഴിഞ്ഞ ഉടൻ തന്നെ ഇന്ത്യക്ക് കളിക്കാനുള്ളത്. അതിൽ ഒരു ടെസ്റ്റും 3 ഏകദിനവുമാണുള്ളത്. അതിനുശേഷം അയർലൻഡിനെതിരെ 2 2020 പരമ്പര, ശേഷം ഇംഗ്ലണ്ടിനെതിരെ 5 2020 മത്സരങ്ങൾ. ഈ പരമ്പരകളിലാവും ഇന്ത്യ പരീക്ഷണങ്ങൾ നടത്തുക. ശ്രേയസ് അയ്യർ 2023 ഡിസംബറിലാണ് ഇന്ത്യക്കായി അവസാനമായി 2020 കളിച്ചത്. ഇക്കാലയളവിൽ 2024, 26, 2020 ലോകകപ്പുകൾ അദ്ദേഹത്തിന് നഷ്ടമായി. എന്നാൽ വരാനിരിക്കുന്ന 2028 ലോകകപ്പിൽ ശ്രേയസിന് കീഴിലാകും ഇന്ത്യ കളിക്കുക. അതുകൊണ്ട് അയർലൻഡ് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പരമ്പരയിൽ തന്നെ BCCI പരീക്ഷണങ്ങൾക്ക് തുടക്കമിട്ടേക്കും. ക്യാപ്റ്റൻ മാത്രമല്ല, IPL-ലെ പ്രകടനത്തോടെ ഒരു പിടി യുവതാരങ്ങളും ഇന്ത്യൻ ടീമിന്റെ വാതിൽ മുട്ടുന്നുണ്ട്. മെറിറ്റിൽ തന്നെ രാജസ്ഥാന്റെ വെടിക്കെട്ട് താരം ഇന്ത്യയുടെ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശി ഈ പരമ്പരയിൽ അരങ്ങേറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിക്കുന്ന പ്രായം കുറഞ്ഞ താരമെന്ന സച്ചിൻ തെണ്ടുൽക്കറുടെ റെക്കോർഡ് വൈഭവ് സ്വന്തം പേരിലാക്കും. അതേസമയം വൈഭവിനെ ടെസ്റ്റ് ഫോർമാറ്റിലേക്കാവും ആദ്യം പരിഗണിക്കുകയെന്ന് BCCI വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു. 25 വയസ്സിൽ താഴെയുള്ള അടുത്ത ടെസ്റ്റ് ടീമിലേക്ക് കരുതി വെച്ച താരങ്ങൾക്ക് NCAയിൽ പ്രത്യേക പരിശീലനം നടത്താനും BCCI പദ്ധതിയിട്ടിട്ടുണ്ട്. ഒറ്റ IPL സീസൺ പ്രകടനം പരിശോധിച്ച് അഭിഷേക് ശർമ്മ, റിങ്കു സിംഗ്, സൂര്യകുമാർ യാദവ് എന്നിവരെയൊന്നും ഉടനടി ടീമിൽ നിന്ന് ഒഴിവാക്കിയേക്കില്ല. പക്ഷെ പ്രകടനം കൊണ്ട് ഇവരുടെ പൊസിഷൻ ചോദ്യം ചെയ്യാൻ താരങ്ങളേറെയുണ്ട്. പ്രത്യേകിച്ച് ടോപ്പ് ഓർഡറിലേക്ക് വൈഭവും യശസ്വി ജയ്സ്വാളും പ്രിയാൻഷ് ആര്യയുമെല്ലാം ഉന്നം വെച്ചിട്ടുണ്ട്. റിങ്കുവിൻ്റെ സ്ഥാനത്തിന് ഭീഷണിയാകുന്നത് രജത് പട്ടിദാറിൻ്റെ വെടിക്കെട്ടാണ്. ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായ സഞ്ജു സാംസൺ സീസണിൻ്റെ തുടക്കത്തിലൊന്ന് ഡൗണായെങ്കിലും സെഞ്ചുറിയോടെ ഫോമിൽ തിരിച്ചെത്തിയിരിക്കുന്നു. വൈഭവിനൊപ്പം സഞ്ജു ആയിരിക്കും അയർലൻഡിനെതിരെ ഓപ്പണിംഗിൽ കളിക്കാൻ സാധ്യത. തിലകിനും സൂര്യയ്ക്കും അയർലൻഡ് പര്യടനം അഗ്നിപരീക്ഷയാകും. IPL-ന് പിന്നാലെ ഐറിഷിനെതിരെയും ഫോമിലേക്ക് എത്തിയില്ലെങ്കിൽ ഇംഗ്ലണ്ട് പര്യടനത്തിൽ അവസരം കുറയും. വർക്ക്ലോഡിന്റെ ഭാഗമായി ഹർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ എന്നിവർക്ക് അയർലൻഡിനെതിരെ വിശ്രമം അനുവദിക്കാനും സാധ്യതയുണ്ട്.